ദുരന്തറില് ഒരു മലയാളി ഭയങ്കര പ്രൗഡാണ്. ക്രിയേറ്റീവ് ഫ്രീഡം ഭയങ്കര ഹൈ ആയിരുന്നു, പക്ഷെ ടൈം ലൈനും ഭയങ്കര കുറവായിരുന്നു. സെക്കൻഡ് പാർട്ടിന്റെ ഒക്കെ സ്കോർ നമ്മൾ 20 ഡേയ്സിനുള്ളിലാണ് ഹോൾ സ്കോർ തീർത്തത്. വിഷ്വല് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒന്ന് ഗ്രൂവും ചെയ്യാൻ പറ്റണം. സ്റ്റൈലിഷ് ആണെന്നും തോന്നണം, എന്നാൽ ഇന്റൻസിറ്റി കളയല്ലേ, സ്റ്റൈൽ ഓവർ ദ ടോപ്പ് ആക്കരുത്, പക്ഷെ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റണം. ക്ലൈമാക്സ് സീൻ ഞാൻ ബാഗ് സ്കോർ ചെയ്യുന്നത് റിലീസിന് 2 ദിവസം മുമ്പ്. കോൺഫിഡൻസ് അല്ല, വേറെ വഴിയില്ല, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് പാർട്ട് ഷൂട്ട് ചെയ്തപ്പോ ലോങ് ആയപ്പോ വന്നപ്പോ ഇത് ഒറ്റ സിനിമയായിട്ട് ഇറക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായത്. പാർട്ട് 1 പാർട്ട് 2 ആക്ച്വലി ഒരു സിനിമയായിരുന്നു. ഒരു ദിവസം മൊത്തം ദുരന്തർ ഡേ എന്ന് പ്രഖ്യാപിക്കേണ്ടവര്. ദുരന്തർ ആദിത്യദർ എന്ന് പറയുന്നത് ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ്. ഞാൻ പുള്ളിയുടെ നിന്ന് പഠിച്ച ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിലും പുള്ളി ഭയങ്കര കാമായിട്ട് നിൽക്കും. നമ്മൾ ഇപ്പൊ MS ധോണിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി. ദുരന്തർ എന്നൊരു സിനിമ വർക്ക് ആവണം എന്നുള്ള ആ പടത്തിന് വേണ്ടി കുഴപ്പമില്ല, 10 ദിവസം എനിക്ക് ഉറക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പടം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഫീൽ, ആ എനർജി ഭയങ്കരമായിട്ട് ആ സ്റ്റുഡിയോയിലുണ്ട്. അങ്ങനെ ഒരു പ്രോ ലെവലിൽ നിന്നാലും ഇങ്ങനെ ഒരു പടം ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ടൈം ലൈനിൽ. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയും. ദുരന്തർ 1 നമ്മൾ കണ്ട്, ദുരന്തർ 2 നമ്മൾ കണ്ട്, ഭയങ്കര നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത സിനിമയാണ് ദുരന്തർ. ദുരന്തറിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പിന്നിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരു മലയാളി ഉണ്ടടാ. ആ മലയാളിയാണ് ഇന്ന് നമ്മുടെ ക്ലബ് എഫ് ഉള്ളത്. ലെറ്റ്സ് വെൽക്കം സ്റ്റീവ് ഓൺ ടു ക്ലബ് എഫ്. താങ്ക് യു ക്ലബ് എഫ്. അങ്ങനെ പറയുമ്പോൾ എന്താ സ്റ്റീവ് ശരിക്കും തോന്നണേ എന്ന് പറഞ്ഞാൽ ദുരന്തറിൽ ഒരു മലയാളി എന്ന് പറയുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ആൾക്കാർ പറയുമ്പോഴാണ് ഞാനും ഇതൊരു ഭയങ്കര ഫീലാണ്. കാരണം മോർ ദാൻ അതിലൊരു പാർട്ടാവുന്നതിനേക്കാളും ഉപരി ആൾക്കാർ എന്നെ എടുത്തു പറയുന്നത് ഞങ്ങളുടെ പയ്യൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ള രീതി പറയുമ്പോൾ ലൈക്ക് നമ്മുടെ ഒരു ഫാമിലി ആണല്ലോ എന്നുള്ളൊരു ഫീല് ഭയങ്കരമായിട്ട് കിട്ടും. ശരിക്കും അത് തന്നെയാണ് നമ്മൾക്കും പ്രൗഡാണ്, ദുരന്തറിൽ മലയാളി, അതുകൊണ്ടാണ് ഇത് അല്ല, അതൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ് നമുക്ക്. എനിക്ക് എൻ്റെ ആൾക്കാരെ റെപ്രസെന്റ് ചെയ്ത് അവിടെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് കിട്ടുന്നത്. ആൾക്കാരെങ്ങനെ പ്രൈസ് ചെയ്യുമ്പോൾ കാണുമ്പോൾ വേറെ ഫീലാണ്. ദുരന്തറിൽ എത്തിപ്പെട്ടത് എങ്ങനെയാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറഞ്ഞൊരു അടുത്താണ്. പക്ഷെ എന്നാലും നമുക്ക് അറിയാനൊരു ആഗ്രഹം, എങ്ങനെ ഇവിടത്തെ ഒരു മലയാളി എങ്ങനെയാ അവിടെ പോയി ഇത്രയും വലിയൊരു സിനിമയിലൊരു സംഭവം ചെയ്തേന്നുള്ളത്, ആ ഒരു ജേണി പറയൂ, ഇവിടുന്ന് അങ്ങോട്ടുള്ള ജേണി. ഞാൻ ആക്ച്വലി പറഞ്ഞാൽ ഞാൻ 2022 ബോംബെയിലോട്ട് മാറുന്നത്. ഞാൻ അതിന് ആഫ്റ്റർ കോവിഡ്. കാരണം എന്താ വെച്ചാൽ ഞാൻ മസാല കോഫി എന്ന് പറഞ്ഞ, ഞാൻ കോളേജ് 3rd ഇയർ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ് മസാല കോഫി ബാൻഡിൽ ജോയിൻ ചെയ്യുന്നത്. വരുൺ സുനിൽ ഫൗണ്ടർ മസാല കോഫിയുടെ, പുള്ളിയാണ് വിളിക്കുന്നത് എന്നെ ബാൻഡിലോട്ട്. ഞാൻ അങ്ങനെ കൊമേഴ്ഷ്യൽ സീൻ, ലൈവ് സീനിലോട്ട് ഞാൻ കീബോർഡിസ്റ്റ് ആയിരുന്നു. അപ്പോൾ കീബോർഡ് സീൻ അതൊക്കെ മറ്റേ പിയാനോ വായിക്കുന്ന പരിപാടിയും അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈവ് സീനിൽ. പണ്ട് ചേർച്ചിൽ വായിക്കുമായിരുന്നു ഞാൻ. പിന്നെ അങ്ങനെ വരുൺ ചേട്ടനും പിന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, വളരെ ക്ലോസ് ഫ്രണ്ടായ JK എന്ന് പറയുന്ന ബോംബെയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ആള് മിക്സ് എഞ്ചിനീയർ ആണ്. പുള്ളിക്ക് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഓഡിയോ ഗൈസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അവിടുത്തെ ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ ടീച്ചറും കൂടിയാണ്. അപ്പോൾ അവരാണ് എന്നെ ബോംബെയിലോട്ട് വിളിക്കുന്നത്. ഞാൻ 2022 ബോംബെയിലോട്ട് മാറി. പിന്നെ അപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് മൂവി വാലാട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ, വരുൺ ചേട്ടൻ കമ്പോസ് ചെയ്ത, ദേവൻ ചേട്ടൻ ഡയറക്ട് ചെയ്ത സിനിമയിൽ ഞാൻ മ്യൂസിക് പ്രോഗ്രാമറായിട്ട് ജോയിൻ ചെയ്തത്. അതാണ് എൻ്റെ ഫസ്റ്റ് മൂവി ആസ് എ പ്രോഗ്രാമർ. അവിടെ നിന്നാണ് പിന്നെ ഞാൻ ഓർക്കസ്ട്രൽ സാധനങ്ങളൊക്കെ ചെയ്യുന്നതും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നതും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺസേർട്സ് ചെയ്തു തുടങ്ങി, പല കൺട്രീസിൽ ട്രാവൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ എന്നിട്ട് ഓർക്കസ്ട്രൽ ഷോസ് ചെയ്തും പിന്നെ ഫിലിംസിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ JKയുടെ അടുത്താണ് ശാശ്വത് എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറിന്റെ മാനേജർ ഋഷികേഷ്, പുള്ളി JKനെ വിളിച്ചു ചോദിക്കുന്നത്, ഇങ്ങനെ നമുക്കൊരു വർക്ക് ഉണ്ട്, അത് ബാഡ്സ് ഓഫ് ബോളിവുഡിന് വേണ്ടിയാണ് അവർ ചോദിക്കുന്നത്. അതെ, അവരപ്പോൾ ആ ടൈമിൽ ആ സീരീസിന്റെ വർക്ക് നടക്കുമായിരുന്നു. അപ്പോൾ ബാഡ്സ് ഓഫ് ബോളിവുഡിന്റെ വർക്ക് നടക്കുമ്പോൾ ഇവർക്കൊരു മ്യൂസിക് പ്രൊഡ്യൂസറിനെ വേണം, ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അഡീഷണൽ കമ്പോസ് ചെയ്യാനും ഇത് പ്രോഗ്രാമിംഗ് ചെയ്യാനും. അപ്പോൾ അങ്ങനെ JK എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ജസ്റ്റ് എംപുരാൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുക. ഞാൻ ദീപകേട്ടൻ്റെ കൂടെ ഇവിടെ എംപുരാനിൽ വർക്ക് ചെയ്തായിരുന്നു. എംപുരാനിൽ ഞാൻ ദീപകേട്ടൻ്റെ വർക്ക് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബോംബെയിലോട്ട് വീണ്ടും വന്ന് ആ ടൈമിലാണ് എനിക്ക് ഇതിൻ്റെ കോൾ വരുന്നത്. അപ്പോൾ ബാഡ്സ് ഓഫ് ബോളിവുഡിൻ്റെ, ഞാൻ ബാഡ്സ് ഓഫ് ബോളിവുഡിന് വേണ്ടി എന്നിട്ട് ഞാൻ ശാശ്വത്തിനെ പോയി അവിടെ ചെന്ന് കണ്ടു. ആളായിട്ട് ഭയങ്കര വൈബ് സിങ്കായി, സെറ്റായി. ഫസ്റ്റ് മീറ്റിൽ തന്നെ വൈബ് സെറ്റായി. അങ്ങനെ ഒരു കുറച്ച് ദിവസം ഞങ്ങൾ ബാഡ്സ് ഓഫ് ബോളിവുഡിന്റെ വർക്ക് നടക്കുന്നതിന്റെ ഇടയിലാണ് എന്നോട് പറയുന്നത്, ബ്രോ ഞാനിങ്ങനെ ഒരു ദുരന്തർ എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ കേട്ടിട്ടില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ പുള്ളി എനിക്ക് അന്ന് എന്നോട് കുറേ വിഷ്വൽസ് ഒക്കെ കാണിച്ചു. ഇതിൻ്റെ വിഷ്വൽസും
പുള്ളി ഉദ്ദേശിക്കുന്ന സൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളതൊക്കെ കേൾപ്പിച്ചെന്നെ. അപ്പം ഞാൻ എക്സൈറ്റഡ് ആയി, ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ വിഷ്വലൊക്കെ കണ്ടപ്പോൾ തന്നെ അടിപൊളി പരിപാടിയാണെന്നുള്ളത് മനസ്സിലായി. ഞാനപ്പോൾ പുള്ളിനോട് പറഞ്ഞു യെസ് ഞാൻ ഇന്നാണ് ഡെഫിനറ്റ്ലി ബ്രോ. അപ്പോഴാണ് പുള്ളി പറയണേ ഇതൊരു അഡീഷണൽ മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കുറേ പോർഷൻസ് കമ്പോസ് ചെയ്യാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഹോളായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും ഉള്ളൊരു റോളാണ് തരുന്നത്, ഒരു വലിയ റോളാണ് തരുന്നത് എന്നുള്ള. അപ്പം അന്ന് എനിക്ക് മനസ്സിലായി ഇതൊരു ഇച്ചിരി വലിയ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ആ ടീമിൽ ജോയിൻ ചെയ്യുന്നതും ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും ഭാഗമാണ്. അതെ അതെ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് മുന്നേ മ്യൂസിക്കിന് ഇത് എവിടെയെവിടെയൊക്കെ ഉണ്ടോ ചെറുപ്പത്തിലൊക്കെ? അയ്യോ ഉണ്ട്. ഞാൻ ആക്ച്വലി 6 വയസ്സുള്ളപ്പോൾ എൻ്റെ ഫാദർ മ്യൂസീഷ്യനാണ്. ഫാദറിന്റെ പേര് സാംസൺ കോട്ടൂർ, അമ്മയുടെ പേര് റോണ കോട്ടൂർ, ഒരു ചേച്ചിയുണ്ട് ആൻസറ കോട്ടൂർ, ആള് UK യിലാണ് സൈക്കോളജിസ്റ്റ്. അപ്പം പേരൻസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് മ്യൂസിക്കിൽ. അപ്പോൾ അപ്പ ആക്ച്വലി ട്രാഫിക് മൂവിയിൽ കമ്പോസ് ചെയ്തിട്ടുണ്ട്, പിന്നെ മേൽവിലാസം എന്ന് പറഞ്ഞ സിനിമയിലും കമ്പോസ് ചെയ്തിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്തിട്ടുണ്ട്. അപ്പൊ പണ്ടുപോലെ എനിക്ക് ഉണ്ട്, അപ്പൊ പണ്ടുപോലെ എനിക്ക് ഈ സിനിമ എന്നുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചെറുപ്പം മുതലേ ഞാൻ 6 വയസ്സുള്ള സമയത്താണ് അപ്പ ആക്ച്വലി യാനി എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ ഉണ്ട്, എന്നെ ഏറ്റവും ഇൻസ്പയർ ചെയ്തൊരു മ്യൂസീഷ്യനാണ്, ഫോറിൻ മ്യൂസീഷ്യനാണ്. പുള്ളി ഒരു പിയാനിസ്റ്റാണ്, അറേഞ്ചറാണ്, ഓർക്കസ്ട്രൽ അറേഞ്ചറാണ്, കമ്പോസറാണ്. അപ്പം ആക്രോപോളിസ് ഗ്രീസിൽ പുള്ളി പെർഫോം ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, അതിന്റെ CD അപ്പം കൊണ്ടുവന്ന് വീട്ടിൽ എന്നെ കാണിച്ച്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ കുറെ കീബോർഡും ഈ ഓർക്കസ്ട്രയൊക്കെ ആദ്യമായിട്ട് അന്ന് കാണുന്നത്, വിഷ്വലി കാണുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഫാസിനേഷൻ ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതാണ് എന്നെ ആക്ച്വലി അട്രാക്ട് ചെയ്യുന്നത് ഈ സംഭവം. പിന്നെ അപ്പം മ്യൂസീഷ്യൻ ആയതുകൊണ്ട് വീട്ടിലെപ്പോഴും വയലിൻ വായിക്കും, കീബോർഡ് വായിക്കും. അപ്പം നമുക്കിത് മ്യൂസിക് ഇത് കേൾക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ആ ടൈമിൽ അപ്പം എന്നെ കുറേ ഇളയരാജ സാറിൻ്റെയും റഹ്മാൻ സാറിൻ്റെയും പാട്ടുകൾ കേൾപ്പിക്കായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇവർ മൂന്നുപേരും എന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വെച്ചാൽ കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ ഇവരും കീബോർഡിസ്റ്റുകളാണ്, ഇവരും കമ്പോസേഴ്സാണ്. അപ്പോൾ അതെന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു സംഭവമാണ്. പിന്നെ എനിക്ക് ലൈഫിൽ ഞാനൊരു ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്, എന്നെ മ്യൂസീഷ്യൻ ആവാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, യാനിയുടെ ആക്രോപോളിസിലെ പെർഫോമൻസ്. എനിക്ക് ആ സെയിം വെന്യൂവിൽ പെർഫോം ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയായിരുന്നു. 2024 ഞാൻ അവിടെ പെർഫോം ചെയ്തായിരുന്നു. അങ്ങനെ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പം അതാണ് ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് എന്നോട് അപ്പ ചോദിച്ചു എന്താണ് നിനക്ക് ഇൻസ്ട്രുമെന്റ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പിയാനോ പഠിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നോട്ട്സ് ആൻഡ് ടോൺസ് എന്ന് പറഞ്ഞൊരു അക്കാഡമി ഉണ്ട് കച്ചേരിപ്പടിയിൽ, ഗോപാൽ എന്ന് പറഞ്ഞ സാറാണ് എന്നെ പിയാനോ പഠിപ്പിക്കുന്നത്. ഞാൻ 12 വർഷം പിയാനോ പഠിച്ചു. എന്നിട്ട് ഞാൻ 8th ഗ്രേഡ് പിയാനോയിൽ ചെയ്ത ട്രിനിറ്റി ലണ്ടൻ കോളേജിന്റെ സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ് ഡിസ്റ്റിങ്ഷനോടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിംഗ് ചെയ്തത് ക്യാമ്പ്യൻ സ്കൂളിലാണ്. പിന്നെ ഞാൻ SH കോളേജ് തേവരയിലാണ് കോളേജ് ചെയ്തത്. അവിടെ ഞാൻ മ്യൂസിക് ക്ലബ്ബിൽ ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പം എൻ്റെ ഫ്രണ്ട്സും ഇപ്പം ഞാൻ അവന്മാരുടെ ബോംബെയിൽ സ്റ്റേ ചെയ്യുന്നത്, റെനിലു അലോ എന്നും പറഞ്ഞ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് അവന്മാർ മ്യൂസിക്കിലുള്ളതാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ബോംബെയിലോട്ട് മാറിയതും. ഞങ്ങൾ ആക്ച്വലി പറഞ്ഞ 2022 ഞങ്ങള് മറൈൻ ഡ്രൈവില് ഇപ്പം ഞങ്ങൾ ഇന്നലെ പറയുമായിരുന്നത്, മറൈൻ ഡ്രൈവിൽ ഞങ്ങൾ എന്നിട്ട് ബോംബെയിലോട്ട് പോണതിന് മുമ്പ് എടാ നമുക്ക് ബോംബെയിലോട്ട് പോവാം, നമുക്ക് കണ്ടിട്ട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യണം നമുക്ക്. അപ്പൊ ഇന്നലെ ഞങ്ങളത് പറയുന്നത്, നമ്മൾ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുവാണല്ലോ എന്നുള്ളത് പറഞ്ഞപ്പോ നിങ്ങൾ ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ബോംബെ ഒരു എക്സ്പോഷർ മാറാനും ഒന്ന് മ്യൂസിക് സർക്കിൾ ഒന്ന് വളർത്താനും അഭിനയിക്കാൻ വേണ്ടി ചെന്നൈക്ക് പോകുന്ന പോലെ. അതെ അതുപോലെ. അപ്പൊ നമുക്ക് ഒരു ഐഡിയ ഇല്ല എന്താ, പക്ഷെ നമ്മളവിടെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു. JK പറഞ്ഞ പോലെ ജസ്റ്റിൻ എന്ന് പറഞ്ഞായിരുന്നു. ജസ്റ്റിൻ ചേട്ടനാണ് നമ്മുടെ ദുരന്തർ സിനിമയുടെ ഫൈനൽ മിക്സ് ചെയ്ത മലയാളിയാ, തൃശ്ശൂരുകാരനാണ്. വീണ്ടും മലയാളി. ഇൻഫാക്ട് നമ്മുടെ എഡിറ്ററും മലയാളിയാണ് ദുരന്തറിന്റെ, ശിവകുമാർ മണിക്കർ. അപ്പൊ ജസ്റ്റിൻ ചേട്ടനാണ് ബാഹുബലിയുടെയും ഒക്കെ ചെയ്തത്, 2 ടൈം നാഷണൽ അവാർഡ് വിന്നർ ഒക്കെയാണ്. അപ്പൊ ജസ്റ്റിൻ ചേട്ടനൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത് അവിടെ. അപ്പൊ നമ്മളവിടെ ചെന്നു, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ ചെറിയ വർക്കൊക്കെ ചെയ്ത് ഇരിക്കുന്നു. പിന്നെ ഇവരുടെ ഗൈഡൻസോടെയാണ് നമ്മൾ അവിടെ നമുക്കൊരു ഇത് കിട്ടിയത്. ബാറ്റ്സ് ഓഫ് ബോളിവുഡിന്റെ ഒരു എക്സ്പീരിയൻസ് അറിയോ? എന്ന് പറഞ്ഞാൽ അത് ആര്യൻ ഖാന്റെ സീരീസ്. അപ്പൊ ആര്യൻ ഖാനെ കണ്ട് ആര്യൻ ഖാനായിട്ടുള്ള പരിപാടി അത് ഒരു വേറെ എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ ആ ടീം മൊത്തത്തിൽ ഭയങ്കര യങ് ടീമാണ്. ആര്യന്റെ അസോസിയേറ്റ്സ് ആണെങ്കിലും എല്ലാവരും യങ്ങാ. അപ്പോൾ അത് ദുരന്തറിന്ന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. കാരണം അത് ഭയങ്കര ഫണ്ണായിരുന്നു. ദുരന്തർ സീരിയസ് ആയിരുന്നു, കാരണം നമുക്ക് ഡെഡ് ലൈൻസും സ്റ്റേക്ക് ഭയങ്കര ഹൈ ആണല്ലോ പടത്തിന്റെ. അപ്പൊ അതുകൊണ്ട് അത് പക്ഷേ ബാറ്റ്സ് ഓഫ് ബോളിവുഡിലോട്ട് വരുമ്പോൾ പ്രഷർ ഉണ്ട്. നമുക്ക് ടൈം ലൈൻ ഉണ്ട്. നെറ്റ്ഫ്ലിക്സ് സീരീസ് ആയതുകൊണ്ട് നമുക്ക് 2 months മുമ്പ് ഫൈനൽ സബ്മിഷൻ ചെയ്യണം. 2-3 months മുമ്പ് ഫൈനൽ. കറക്റ്റ് ഡേറ്റ് ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ പക്ഷെ എല്ലാ ദിവസവും ആര്യൻ രാത്രി സ്റ്റുഡിയോയിലോട്ട് വരും 12 മണി 1 മണിയാകുമ്പോൾ. കാരണം ആള് രാവിലെ ഷൂട്ടിന് നമ്മുടെ സ്റ്റുഡിയോയിലോട്ട് വരും എല്ലാ ദിവസവും. രാവിലെ ആള് ഷൂട്ടിന് പോവും, പിന്നെ വൈകുന്നേരം ഡബിങ്ങിന് പോവും, രാത്രി എഡിറ്റിംഗ് ടേബിളിലോട്ട് പോവും, പിന്നെ രാത്രി നമ്മുടെ വെളുപ്പിനെ ആകുമ്പോൾ നമ്മുടെ അങ്ങോട്ട് വരും.
ഞാൻ എങ്ങനെയാണ് ഈ എനർജി പുള്ളിക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ പുള്ളി ഫുൾ ടൈം നമ്മളോട് അവിടെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഭയങ്കര വൈബാണ് ആ റൂമിന്റെ അകത്ത്. ആ സീരീസും ഭയങ്കര ഫൺ വൈബാണല്ലോ. അപ്പൊ നമ്മളിരുന്ന് ചെയ്യുമ്പോൾ പിന്നെ ഭയങ്കര മ്യൂസിക്കലാണ് ആള്. അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം ചെയ്താൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പുള്ളി അത് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യും. ഓ സൂപ്പർ. ചില സാധനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്രോ നോട്ട് വർക്കിംഗ് ബ്രോ, ട്രൈ സംതിങ് ഡിഫറെന്റ് ബ്രോ, മേക്ക് സംതിങ് എപ്പിക് ബ്രോ എന്നൊക്കെ പറയാം. അങ്ങനെ ഭയങ്കര മോട്ടിവേഷനാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ സംഭവം, ചില സാധനങ്ങൾ പുള്ളി ആക്ട് ചെയ്ത് കാണിക്കും അവിടെ. അപ്പൊ സീനിന്റെ ഒരു എന്താ പുള്ളി കൺവേ ചെയ്യുന്നത്. അപ്പൊ പുള്ളി ഇങ്ങനെ അഭിനയിക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷാരൂഖ് ഖാൻ വന്നിരുന്ന് അഭിനയിക്കുന്ന ഫീലാണ്. പിന്നെ ഷാരൂഖ് ഖാനെ കണ്ടിരുന്നു ഒരു ദിവസം സ്റ്റുഡിയോയില് ഇല്ലല്ല, ജസ്റ്റ് ഇങ്ങനെ കണ്ട് നമുക്കിങ്ങനെ ഒരു ഗ്ലിംസ് പോലെ കണ്ട് ജസ്റ്റ് റൂമിൽ കയറിയപ്പോ സാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ഒരു പ്രാവശ്യം കണ്ടു. ഈ ആദിത്യദർ എന്ന് പറയണത് ലൈക്ക് ഒരു ജെം ഓഫ് എ പേഴ്സൺ ആണ്. ഞാൻ പുള്ളിയുടെ നിന്ന് പഠിച്ച ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എത്ര പ്രഷർ സിറ്റുവേഷൻ ആണെങ്കിലും പുള്ളി ഭയങ്കര കാമായിട്ട് നിൽക്കും. നമ്മൾ ഇപ്പൊ MS ധോണിനെ കുറിച്ചൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ പുള്ളി. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പ്രഷർ ഉണ്ടെങ്കിൽ പോലും പുള്ളി മേക്ക് ഷുവർ ചെയ്യും ആ പ്രഷർ മൊത്തം നമ്മുടെ തലയിൽ ഇടാണ്ട് പുള്ളി നിങ്ങളത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ വർക്ക് ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യാൻ നോക്ക്, ഡോണ്ട് വെറി എന്നുള്ള. അപ്പം പിന്നെ നമുക്ക് ഭയങ്കര ക്ലാരിറ്റി തരും. മ്യൂസിക് എങ്ങനെയാണ് വേണ്ടേ, എവിടെയാണ് പീക്ക് പോയിന്റ്സ്, എവിടെയാണ് സൈലൻസ്, അതൊക്കെ നമ്മൾ നമ്മുടെ ഐഡിയാസും കൊടുക്കും. പക്ഷെ പുള്ളിയുടെയും ആ എഡിറ്റർ ശിവകുമാർ സാറിൻ്റെയും ശാശ്വത്തിൻ്റെ അവരുടെ ഒരു മാജിക് ഉണ്ട്. അത് നല്ല രസമാണ്. അത് അവരുടെ ഒരു വർക്കിംഗ് സ്റ്റൈലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സ്കോർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഭയങ്കര ക്ലിയർ ആണ്. നേരെ ആദിത്യ സാറിൻ്റെ അടുത്ത് പോവുക, സാർ ഈ സീൻ ഇതാണ് എൻ്റെ മൈൻഡിലുള്ളത്, ഇത് വർക്കൗട്ട് ആവുന്നുണ്ട്. പുള്ളി പറയും ഇത് വർക്കൗട്ടാണ്, ഞാനൊരു ബെറ്റർ ഓപ്ഷൻ തരാം, ഇത് ഇങ്ങനെയും ചെയ്ത് നോക്ക്, കുറച്ചുകൂടി ബെറ്റർ ആവും. നമ്മൾ ആക്ച്വലി നൈസ് ആണല്ലോ എന്നുള്ള ഭയങ്കര ക്ലാരിറ്റിയാണ് പുള്ളി. അപ്പൊ നമ്മൾ ഇപ്പം പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടെണ്ണത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ടേക്കാണ് നമ്മൾ പറയാ ഇതാ ചെയ്യാ, അത് പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ അങ്ങോട്ട് സജഷൻസ് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി നമുക്ക് പുള്ളി ഒരു ഐഡിയ തരും എങ്ങനെയാ അത് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ പറയുക ഇതിപ്പോൾ കുറച്ച് ജനറിക് ആയിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പുള്ളിയായിരിക്കും ഏറ്റവും ഓപ്പൺ ആയിട്ട് അത് അത് സമ്മതിക്കുന്നത്. പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ന്യൂ ആയിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ. അപ്പം ക്രിയേറ്റീവ് ഫ്രീഡം ഭയങ്കര ഹൈ ആയിരുന്നു അവിടെ. പക്ഷെ ടൈം ലൈനും ഭയങ്കര കുറവായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ ഒക്കെ സ്കോർ നമ്മൾ 20 ഡേയ്സിനുള്ളിലാണ് ഹോൾ സ്കോർ തീർത്തത്. അത്ര ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ടൈം ലൈൻ അങ്ങനത്തെ. പക്ഷെ എല്ലാവരും ഭയങ്കര ഫാസ്റ്റ് ആൻഡ് പ്രൊഫഷണൽ ആയിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഒരു 10 ഡേയ്സ് നമ്മൾ മരിയാനോ സ്റ്റുഡിയോസ്, നമ്മുടെ ജസ്റ്റിൻ ചാൻ്റെ സ്റ്റുഡിയോയിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക് റൂമിൽ എഡിറ്റ് ടീം എല്ലാം ഉണ്ട്. ശിവകുമാർ സാറ്, അസോസിയേറ്റ് ജൂഹി, എല്ലാവരും, ഓജസ് എല്ലാവരും ഇരിക്കുന്നുണ്ട്. ആദിത്യദർ സാറുണ്ട്, ശാശ്വത് അവിടെ ഇരുന്ന് പാട്ട് ചെയ്യുന്നു, ഞാനിവിടെ ഇരുന്ന് നമ്മൾ സ്കോറിൻ്റെ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഒരു സൂപ്പർവൈസർ ഉണ്ട് ആദർശ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാനും അവനും ഇവിടെ ഇരുന്ന് സ്കോറിൻ്റെ പരിപാടി നോക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രഷറിനേക്കാളും ഉപരി എടാ നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ ശിവകുമാർ സാർ മലയാളി തന്നെ, ഞങ്ങൾ നല്ല സിങ്ക, എടാ ഇവിടെ നിന്ന് സൈലൻസ് പിടിച്ചു നോക്ക് ഇങ്ങനെ. അപ്പം മൊത്തത്തിൽ ഭയങ്കര ടീം വർക്ക് ആയിരുന്നു ആ പടം. ഭയങ്കര ഒരു ടീം വർക്കിന്റെ ഒരു മാജിക്കാണ് ഇന്ന് റിഫ്ലക്ട് ആയേക്കണേ. കാരണം എല്ലാവരും ദുരന്തർ എന്നൊരു സിനിമ വർക്ക് ആവണം എന്നുള്ള ഒരു ഇൻഡിവിജ്വൽ ഗെയിമിനേക്കാളുപരി എല്ലാവരും ആ പടത്തിന് വേണ്ടി കുഴപ്പമില്ല, 10 ദിവസം എനിക്ക് ഉറക്കില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പടം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് പ്രസന്റ് ചെയ്യണം എന്നുള്ളൊരു ഫീൽ, ആ എനർജി ഭയങ്കരമായിട്ട് ആ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല പ്രൊഫഷണൽ, ഹൈലി പ്രൊഫഷണൽ. കാരണം അങ്ങനെ ഒരു പ്രോ ലെവലിൽ നിന്നാലേ ഇങ്ങനെ ഒരു പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരു ടൈം ലൈനിൽ. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത്. കാരണം നമ്മൾ തിയേറ്ററിലിരുന്ന് ഇന്ന് ആൾക്കാർ കൈയടിക്കുന്ന സീനും ഓരോ ആൾക്കാർ എടുത്തു പറയുന്ന സീനൊക്കെ നമ്മൾ തിയേറ്ററിലിരുന്ന് അത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്യുന്ന, അപ്പോൾ ആ സാധനം തിയേറ്ററിൽ റിഫ്ലക്ട് ആകുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, അത് ഭയങ്കര എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ നേരത്തെ ചോദിക്കാൻ വന്നാലും പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. അപ്പൊ പാർട്ട് 2ലേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ മാറ്റങ്ങളൊക്കെ വരുത്തണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ല? പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി നമ്മൾ സൗണ്ടിങ് നമ്മുടെ ഡിസൈൻഡ് ആയിരുന്നു ഓൾറെഡി, എങ്ങനെ മ്യൂസിക്. കാരണം വെച്ചാൽ ഇപ്പോൾ ഇത് പാർട്ട് 1 പാർട്ട് 2 സെപ്പറേറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്തതല്ല. അത് ആക്ച്വലി ഫസ്റ്റ് പാർട്ട് ഷൂട്ട് ചെയ്തപ്പോൾ ലോങ് ആയ വന്നപ്പോൾ ഇത് ഒറ്റ സിനിമയായിട്ട് ഇറക്കാൻ പറ്റില്ല എന്ന് അവർക്ക് മനസ്സിലായത്. പാർട്ട് 1 പാർട്ട് 2 ആക്ച്വലി ഒരു സിനിമയായിരുന്നു. ഇവർ ഷൂട്ട് ചെയ്ത ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയിരുന്നു. തിയേറ്ററിൽ പോയി വീട്ടിലേക്ക് ഒരു ദിവസം മൊത്തം ദുരന്തർ ഡേ എന്ന് പ്രഖ്യാപിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പൊ അത് എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ദുരന്തർ. അപ്പൊ അതുകൊണ്ട് അവര് പാർട്ട് 1 അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒറ്റ സിനിമയായിട്ട് ഇറക്കാൻ പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോഴാണ് ഇത് ഒറ്റ ലൈക്ക് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അന്നേ അറിയാം ഇത് 2 പാർട്ട് ഉണ്ടെന്നുള്ള. അപ്പം മ്യൂസിക് വൈസ് ഇപ്പോൾ എല്ലാം ഫസ്റ്റ് പാർട്ട് കൂടുതലും ക്യാരക്ടർ ബിൽഡിംഗ് ആണ്, സെക്കൻഡ് പാർട്ട് റിവെഞ്ച് ആണ്. അപ്പോൾ ഓൾറെഡി സൗണ്ട് ട്രാക്സ് ഓൾമോസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, സൗണ്ടിങ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സെക്കൻഡ് പാർട്ട് അതുകൊണ്ടാണ് ഈ പറഞ്ഞാൽ 15 to 20 days ആണെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റിയത്. നമ്മുടെ കയ്യിൽ മെറ്റീരിയൽസ് റെഡിയാണ്, നമ്മൾ ഓൾറെഡി കമ്പോസ് ചെയ്ത് വെച്ച സാധനങ്ങളും തീംസ് റെഡിയാണ്. ഇതിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക, ലൈക്ക് സ്റ്റെംസ് യൂസ് ചെയ്ത് അതിനെ ബിൽഡ് ചെയ്യുക, ക്യാരക്ടർ ബിൽഡ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തത്. ഫസ്റ്റ് പാർട്ടിൽ സൗണ്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് എത്ര ദിവസം എടുത്തു?
അത് കുറച്ച് ടൈം എടുത്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ 2025 ജൂണിലാണ് ശാശ്വതിനെ പോയി കാണുന്നത്. അപ്പൊ അന്നേ ശാശ്വതിന്റെ മനസ്സിലുള്ള ഐഡിയാസ് എന്നെ കേൾപ്പിച്ചായിരുന്നു. ബ്രോ നമുക്ക് ശാശ്വത് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ സ്കോർ കേൾക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണെന്നുള്ള ഒരു പറച്ചിൽ വരരുത്, കുറച്ച് ഫ്രഷ്നെസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ശാശ്വത് ഐഡിയാസ് കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ പാട്ടുകൾ കേൾക്കുവാണെങ്കിൽ മനസ്സിലാവും, ഈ കുറെ ഈസ്റ്റേൺ വെസ്റ്റേൺ നല്ല ബ്ലെൻഡ് ഉണ്ട്. ഇപ്പൊ ഒരു ഇന്ത്യൻ ഋതത്തിന്റെ മേളിൽ കൂടി ഒരു വെസ്റ്റേൺ വോക്കൽ വരുന്നത്, പിന്നെ ഒരു നല്ലൊരു എന്താ പറയുക ഒരു പോപ്പ് ഗ്രൂവിന്റെ മേളിൽ കൂടി ഈസ്റ്റേൺ ലൈൻസ് പാടുന്നതും, പിന്നെ അങ്ങനത്തെ ഇപ്പൊ ഫിർസെ എന്ന് പറഞ്ഞ സോങ്ങിൽ രമണ ബാലചന്ദ്രൻ വന്ന് അങ്ങനത്തെ കുറെ ഈസ്റ്റേൺ ബ്ലെൻഡും വെസ്റ്റേണും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ഈ പടത്തിൽ. അത് ഒരു കളക്റ്റീവ് ഇതാണ്. ഇപ്പൊ ആദിത്യ സാറിന്റെ ഇൻപുട്ട് ഉണ്ടായിരുന്നു, ശാശ്വത്തിന്റെ ഇൻപുട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കൂടി തീരുമാനിച്ചതാണ് അത്. കാരണം അത് വല്ലാത്ത നമുക്ക് എല്ലാം കത്തുകയും ചെയ്തു. ചിലത് ചിലപ്പോ വർക്കാവൂല എന്ന് വിചാരിച്ചാലും എല്ലാം വർക്ക്. കാരണം വെച്ചാൽ നമ്മൾ ഇത് അത്ര ഉദ്ദേശിച്ചുള്ളൂ, മോഡേൺ സൗണ്ടിങ് ആയിരിക്കണം, പക്ഷെ ഇന്ത്യയുടെ കൾച്ചറും കൊണ്ടുവരണം. അതായിരിക്കണം നമ്മുടെ സൗണ്ട് ഓഫ് ദുരന്തർ. പിന്നെ ദുരന്തന്റെ ഒരു ഇത് പറയട്ടെ, നമ്മൾ സാധാരണ ഈ സ്പൈ സിനിമ അല്ലെങ്കിൽ പാകിസ്ഥാനിലൊക്കെ പോണ സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിലൊരു നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ സാധനം, ഇംഗ്ലീഷ് സാധനം വിഷ്വല് കാണുമ്പോ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് ഒന്ന് ഗ്രൂവും ചെയ്യാൻ പറ്റണം. അതിന്റെ സ്റ്റൈലിഷ് ആണെന്ന് തോന്നണം, എന്നാൽ ഇന്റൻസിറ്റി കളയല്ലേ, സ്റ്റൈൽ ഓവർ ദ ടോപ്പും ആക്കരുത്, പക്ഷെ ആൾക്കാർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റണം. അതായത് സോങ് ഓവർ പവറും ചെയ്യരുത്, പക്ഷെ ആ സോങ് കാരണം അവർ ആ സീൻ ഭയങ്കരമായിട്ട് അപ്ലിഫ്റ്റ് ആവണം. അതായിരുന്നു നമ്മുടെ ഐഡിയ. അപ്പൊ ഒരിക്കലും സീനിനെ ഓവർ പവർ ചെയ്യില്ല എന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയിരുന്നു നമുക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ബ്രിക്ക് വോൾ പോലെ ഇങ്ങനെ മ്യൂസിക് അല്ല, നമ്മൾ സൈലൻസ് കൊടുക്കേണ്ടടുത്ത് കറക്റ്റായിട്ട് സൈലൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും സ്കോർ കൊടുക്കാണ്ട് ചില പാട്ടുകൾ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. അപ്പൊ അത് ഭയങ്കര റീകോൾ വാല്യൂ തരും കുറെ ആൾക്കാർക്ക്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ റംബാഹു റീക്രിയേറ്റ് ചെയ്ത്, മോണിക്ക ഓ മൈ ഡാർലിംഗ് റീക്രിയേറ്റ് ചെയ്ത്, അതൊക്കെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ആയ സാധനങ്ങളാണ്. ഈ പാട്ടുകളൊക്കെയാണ് റീക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് ആരാ പറയാ? അത് ആദിത്യ സാറിന്റെ കുറെ ഇൻപുട്ട് ആയിരുന്നു. അത് അവര് ഷൂട്ട് ചെയ്തപ്പോ തന്നെ അവര് പ്ലാൻ ചെയ്ത്, അത് സ്ക്രിപ്റ്റിൽ തന്നെ പുള്ളി ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് ഇപ്പൊ സെക്കൻഡ് പാർട്ടിൽ റസ്പുട്ടിൻ വരുന്നതും പുള്ളിയുടെ സ്ക്രിപ്റ്റിൽ തന്നെ മ്യൂസിക് എങ്ങനെ പോകേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിരിക്കും. അപ്പൊ അതൊക്കെ ഭയങ്കര, അതാണ് ഞാൻ വിചാരിച്ചത് എന്തൊരു വിഷനാണ് പുള്ളിക്കുന്നുള്ള. അപ്പൊ നമ്മുടെ ജോബ് ആക്ച്വലി പറഞ്ഞാൽ ഭയങ്കര ക്ലിയർ ആണ്. നമുക്ക് ഭയങ്കര ഒരു ഡൗട്ടില്ല, നമുക്ക് എന്താ നമുക്ക് കൺഫ്യൂസ്ഡ് അല്ല. അവർക്ക് വേണ്ട സാധനം നമ്മൾ ക്ലിയർ ആയിട്ട് പ്രൊഫഷണലി കൊടുക്കുക, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുക്കുക. ദുരന്തത്തിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ ലിറ്ററലി കുറേ സാധനങ്ങൾ കവർ ചെയ്തായിരുന്നു അങ്ങനത്തെ ഇത്. പക്ഷെ ഇതൊന്നും ഓവർ ആവരുതെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. മനസ്സിലായി. അതുപോലെ ഇതുപോലെ ഈ പറഞ്ഞ പോലെ നമ്മൾ റീക്രിയേറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ചില അടുത്തടുത്തൊക്കെ പാട്ട് വയ്ക്കുമ്പോഴും ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ എല്ലാം കൂടെ വന്നാൽ കോളായിട്ട് വരും. എക്സാക്ട്ലി ആ സാധനം നിങ്ങളുടെ മൈൻഡിൽ അതാണ് അത് പറഞ്ഞ ബ്രിക്ക് ബോൾ പോലെ അല്ലെങ്കിൽ ഫുൾ ടൈം ഇട്ടിട്ട്. അപ്പൊ ഈ സൈലൻസിന്റെ ഒരു പവർ അതാണ്. നമ്മൾ കറക്റ്റ് ടൈമിൽ സൈലൻസ് കൊടുത്തു കഴിഞ്ഞാൽ മ്യൂസിക് കയറുന്ന സ്ഥലത്ത് ആ ഇമ്പാക്ട് വരും, അല്ലെങ്കിൽ ആ മ്യൂസിക്കിന് ഒരു ഇമ്പാക്ട് വരാണ്ട്. പിന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈനിങ്ങും അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കണേ. ആ മ്യൂസിക്കായിട്ട് ബ്ലെൻഡ് ആവാനുള്ള രീതിയിലാണ് അത് പ്ലാൻ ചെയ്തേക്കണേ. ഇപ്പൊ ഡയലോഗ് ടോൺ ആണെങ്കിൽ പോലും ഇപ്പൊ ജസ്റ്റിൻ ചേട്ടൻ അതിന്റെ റിവേർബ്സ് ഒക്കെ യൂസ് ചെയ്തേക്കുന്നത് മ്യൂസിക്കിന്റെ റിവേർബായിട്ട് ബ്ലെൻഡ് ആവുന്ന രീതിയിലാണ് ജസ്റ്റിൻ ചേട്ടൻ അത് മിക്സ് ചെയ്തേക്കുന്നത്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് ഉണ്ട് ഇതിന്റെ പുറത്ത്. നമ്മൾ പടം കാണുമ്പോൾ 4 മണിക്കൂർ പടം കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ പുറകിൽ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഒരു ചെറിയ റിവേർബ്, ഒരു ഡയലോഗ് പറയുന്ന റിവേർബും അത് മ്യൂസിക് റിവേർബായിട്ട് എങ്ങനെ ബ്ലെൻഡ് ആക്കണം എന്നുള്ളത് അത്രയും ഡീറ്റെയിൽ കൊടുത്താണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് ശാശ്വത് പറഞ്ഞു മാസാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഓരോ സീനിലും അത് ശാശ്വത്തും ആദിത്യ സാറിന്റെ ക്ലിയർ ഇതായിരുന്നു, മാസ് ആക്കാൻ വേണ്ടി ചെയ്യരുത്, അത് നാച്ചുറലി പോണം. അതായത് ആ സീൻ കാണുമ്പോ ഫോഴ്സ്ഡ് ആവരുത്, മ്യൂസിക് ഇട് മാസ് വരട്ടെ അങ്ങനെ ആവരുത്, നാച്ചുറലി പോണം എന്നുള്ളതായിരുന്നു അവരുടെ ഇന്റൻഷൻ. പിന്നെ ആ സീൻ അങ്ങനെ ഷൂട്ട് ചെയ്തേക്കണം, നമുക്ക് കാണുമ്പോൾ തന്നെ നാച്ചുറലി വന്നോളൂ നമുക്ക്. പിന്നെ ഇപ്പൊ റീക്രിയേറ്റ് ചെയ്ത സാധനം പറഞ്ഞു, റീക്രിയേറ്റ് ചെയ്താലും നമുക്ക് അതിലൊരു ഫ്രഷ്നെസ് കൊണ്ടുവരണം. അതെ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ ഫ്രഷ്നെസ് കൊണ്ടുവരാൻ എന്തൊക്കെയാ ചെയ്തേ? അല്ല, അത് ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടി ഭയങ്കര എഫേർട്ട് അല്ലേ ഇട്ട്. നമ്മളീ പറഞ്ഞ പോലെ നമുക്ക് എന്ത് വർക്കാവും അത് ചെയ്യാന്നുള്ള, അതിപ്പോ നമ്മളങ്ങനെ ഫ്രഷ്നെസ് അല്ല അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല. നമ്മള് പഠിക്കാനുള്ള സമയമില്ലായിരുന്നു അവസാനമൊക്കെ. 20 days അല്ലേ. ഇപ്പൊ ക്ലൈമാക്സ് സീൻ ഞാൻ സ്കോർ ചെയ്യുന്നത് റിലീസിന് 2 ദിവസം മുമ്പ്. ക്ലൈമാക്സിൽ രൺവീർ, അല്ല ഫൈറ്റ്
ഫൈറ്റ് സീൻ അർജുൻ റാംപാലായിട്ട് ലാസ്റ്റ് ഫൈറ്റില്ലേ കാലൊക്കെ വെട്ടുന്ന സീനൊക്കെ ഒരു 10 മിനിറ്റ് സീക്വൻസ് ഉണ്ട്. അത് 2 ദിവസം മുമ്പ് കോൺഫിഡൻസ് അല്ല, വേറെ വഴിയില്ല, അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ തീർത്ത് കൊടുത്തേ പറ്റുള്ളൂ. അതാണ് പ്രശ്നം. ഇരിക്കുമ്പോ കോൺഫിഡൻസ് ആയിട്ടിരിക്കണം, ഉള്ളില് വിറയ്ക്കുക. അത് രാത്രി ഇതുപോലെ പറഞ്ഞ പോലെ രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, അടുത്ത ദിവസം ഒരു 12 മണി ഉച്ചയായപ്പോ തീർത്തു, നേരെ ഔട്ട് കൊണ്ടേ കൊടുത്തു. അങ്ങനെ കുറെ പാട്ടുകളാണെങ്കിലും ഇങ്ങനെ ഔട്ട് കൊണ്ടേ കൊടുക്കുമ്പോ പറ്റൂല കഴിഞ്ഞു പരിപാടി. ഗുഡ് നൈറ്റ്, അത്രേ ഉള്ളൂ, വേറെ വഴിയില്ല. പ്രാർത്ഥിച്ചങ്ങ് കൊടുക്കുക. പുള്ളിക്ക് വേറെ വഴി. പിന്നെ നമ്മളും പോയി പറയാം സാർ സെറ്റ് ഒന്നും നോക്കാനില്ല, അല്ലാണ്ട് എന്ത് പറയാ, ടൈമില്ലല്ലോ നമുക്ക്. അപ്പൊ അതൊക്കെയായിരുന്നു ആകെ ഉണ്ടായിരുന്നൊരു ടെൻഷൻ. അതാണ് നമ്മൾ ഈ ടൈം കുറവാണ്. അത് ഞാൻ ഭയങ്കര നല്ല കാര്യമായിട്ടല്ല പറയണം, ഒബ്വിയസ്ലി നമ്മൾ ടൈം എടുത്ത് ചെയ്യണം, നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം അതിലും കൊണ്ട് നിങ്ങൾ ചെയ്തതിൽ ഭയങ്കര അടിപൊളിയായിട്ട്. അതെ അത് പക്ഷെ എന്തോ ഭാഗ്യമുണ്ട്, അത് ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ്, അത് ഒരു അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ബാറ്റ്സ് ഓഫ് ബോളിവുഡ് ചെയ്ത് കഴിഞ്ഞു, തുരന്തർ ചെയ്യുന്നു. നല്ല പടമാണ്. ഞാൻ എന്തെങ്കിലും കുറിച്ചൊരു പ്രിപ്പയർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ കുറെ സൗണ്ട് ട്രാക്സ് ഇരുന്ന് കേൾക്കുമായിരുന്നു. പിന്നെ ഞാനെന്ന് വെച്ചാൽ കൂടുതലും ശാശ്വതമായിട്ടായിരുന്നു ഞാൻ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ശാശ്വത്തിന്റെ ഒരു സൗണ്ടിങ് അതിലോട്ട് നമ്മൾ സിങ്ക് ആവണമല്ലോ, അങ്ങനത്തെ ഇത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിഷ്വൽ വെച്ചല്ല വർക്ക് ചെയ്തത്. വിഷ്വൽ എഡിറ്റ് നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഓവറോൾ സീൻസ് ബ്രീഫ് ചെയ്യും, സാറ് ബ്രീഫ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അപ്പം കുറേ എങ്ങനത്തെ കോഡ്സ് പോകണം, എങ്ങനത്തെ ടൈപ്പ് ഓഫ് ബ്രാസ് ടോൺസ് നമ്മൾ യൂസ് ചെയ്യണം, സ്ട്രിങ്ങിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആർപേജിയേറ്റേഴ്സ് ബേസ് ലൈനൊക്കെ എങ്ങനത്തെ ആയിരിക്കണം, എന്ത് ടൈപ്പ് ഓഫ് പൾസ് ഡ്രോൺ, ഇതൊക്കെ അപ്പോൾ കുറേ നമ്മളത് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളോട് ആദ്യം വിഷ്വൽ കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വിഷ്വല് ജസ്റ്റ് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവർ ഷൂട്ട് ചെയ്ത കുറെ അത് എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കാണിച്ചു. പക്ഷെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിന് വിഷ്വൽ വെച്ചല്ല സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ മ്യൂസിക് നമ്മൾ കുറച്ച് മ്യൂസിക് ക്രിയേറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് പോർഷൻസ് എടുത്ത് നമ്മൾ വിഷ്വലോട്ട് പേസ്റ്റ് ചെയ്ത് നോക്കും, ബെറ്റർ നോക്കിയിട്ട് പിന്നെ നമ്മൾ അതിൽ വർക്ക് ചെയ്യും. ചില സീൻസ് ഒക്കെ നമ്മൾ ഫ്രം സ്ക്രാച്ച് തന്നെ ചെയ്തത്. പക്ഷെ ചില സീൻസ് ഓൾറെഡി നമ്മുടെ ഒരു സൗണ്ട് ട്രാക്സ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദുരന്തർ സൗണ്ട് ട്രാക്സ് എന്ന് നമുക്കൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ അതിനെ കമ്പോസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് നമ്മൾ ഓരോന്നും ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ച് നോക്കും. ഈ സീൻ ഈ മ്യൂസിക് ഇവിടെ ഒന്ന് ട്രൈ നോക്കിയാലോ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് നോക്കും. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് എന്തൊക്കെ എലമെന്റ് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ അറ്റ് ദി എൻഡ് ഓഫ് നമുക്ക് വെറുതെ പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് വിഷ്വൽ അല്ലേ. അപ്പൊ ഇൻ പോയിന്റ് ഔട്ട് പോയിന്റ് ക്യൂ ഇൻ ക്യൂ ഔട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ആക്കണമല്ലോ. അപ്പൊ അത് നമ്മൾ പിന്നെ ഫ്രെയിം വൈസ് എവിടെ കട്ട് വരണം, ഈ പോർഷൻ എവിടെ യൂസ് ചെയ്യണം, അത് ടെക്നിക്കൽ കുറെ പരിപാടി ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷെ കുറെ മ്യൂസിക് ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായി അങ്ങനത്തെ. അപ്പൊ നമുക്ക് സീൻ ഇപ്പൊ നമ്മൾ കാണാനുള്ള വിചാരിച്ചു, വിഷ്വൽ ഇല്ല, സീൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഇതിനൊരു മ്യൂസിക് ഏകദേശം ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്യും. പിന്നെ നമ്മളോട് അത് ഫുൾ സ്ക്രിപ്റ്റും ലൈക്ക് ഈ പറഞ്ഞാൽ നമുക്ക് വിഷ്വൽ ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ സാധനങ്ങൾ. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട്. പിന്നെ അവരുടെ കുറച്ച് റെഫറൻസ് മ്യൂസിക്കുകളും തന്നിട്ടുണ്ട്, അവർ ഉദ്ദേശിക്കുന്ന ടൈപ്പ് സാധനങ്ങൾ എന്താണ്. അപ്പൊ കാരണം അവരത് വെച്ചായിരിക്കും വിഷ്വൽ എഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സൗണ്ടിങ് നമുക്ക് തരും സിമിലർ. അപ്പൊ നമ്മൾ ആ ഒരു സോണിക്സ് പിടിക്കാൻ നോക്കും. പിന്നെ നമ്മുടെ തീം അതിലിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് നമ്മുടെ കോഡ്സ് അതിലോട്ടാക്കാൻ നോക്കും. അങ്ങനത്തെ പരിപാടി. അങ്ങനെ തന്നെ റെഫറൻസ് വീഡിയോ അല്ലെങ്കിൽ റെഫറൻസ് മ്യൂസിക് അത് കുറെ ഉണ്ടായിരുന്നു, കുറെ സാധനങ്ങളുണ്ടായിരുന്നു. ഇന്ത്യൻ അല്ല, ഇന്ത്യനും ഉണ്ടായിരുന്നു. ഇപ്പൊ കുറെ ഇന്റർനാഷണൽ ഇപ്പൊ വൈക്കിങ്സ് ഉണ്ടായിരുന്നു, ഡ്യൂണിന്റെ സൗണ്ട് ട്രാക്സുകൾ ഉണ്ടായിരുന്നു, 0 Dark 30 ഒക്കെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഇത്. അപ്പൊ കുറെ സാധനങ്ങൾ നമ്മള് സക്സഷന്റെയും ഒക്കെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിങ്ങൾ സൗണ്ടിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ടേഴ്സിനൊക്കെ കാണോ? ഓഫ് കോഴ്സ്. നമ്മള് രൺവീർ സിംഗ് ഫസ്റ്റ് പാർട്ടിന്റെ സമയത്ത് ആദിത്യ സാറിന്റെ വീട്ടില് ഒരു ദിവസം വന്നായിരുന്നു. പിന്നെ പ്രീമിയർ നടന്ന സമയത്ത് എല്ലാരും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ രൺവീർ ഈ പറഞ്ഞ പോലെ വരുന്നു. പുള്ളിയുടെ മെയിൻ ഇത് വരിക എല്ലാരും എനർജറ്റിക് ആക്കുക. അയ്യോ അതിലും ഹയ്യ നേരിട്ട് കാണുമ്പോ വെച്ചാൽ പുള്ളി വന്ന് നമ്മളടുത്ത് പറയും യു ഗൈസ് ആർ മേക്കിംഗ് എപ്പിക് മ്യൂസിക്. നമ്മളൊരു സംഭവമല്ലേ ആ ഒരു സാധനം കിട്ടും നമുക്ക്. അപ്പൊ പുള്ളി വന്ന് നമ്മളെ അങ്ങോട്ട് പൊക്കിയെടുത്ത് ഇവിടെ വെക്കും. അപ്പൊ നമുക്കൊരു ഹൈ കിട്ടൂലോ. ആ ഒരു സംഭവം അത് ഭയങ്കര എനർജിയാണ് പുള്ളി. അങ്ങനെയുള്ള ടീമിനോട് വർക്ക് ചെയ്യാൻ ആക്ച്വലി ഭയങ്കര എനർജിയാണ്. കാരണം ടീം ഭയങ്കര എനർജിയാണ്. ഇനി ആ ടീമിനോട് അടുത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ഞാൻ ശാശ്വതമായിട്ട് ഒരു പ്രോജക്റ്റും കൂടി ഞാൻ ഒരു തെലുങ്ക് പ്രോജക്റ്റ്, അതൊരു ഹിസ്റ്റോറിക്കൽ ഒരു സാധനമാണ്. അതും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഡെബ്യൂ ചെയ്യുന്നതായിരിക്കും. അതെവിടെ, മലയാളത്തിലാണോ? ഒരു മലയാളം പ്രോജക്റ്റും ഉണ്ട്, ഒരു തെലുങ്ക് പ്രോജക്റ്റും ഉണ്ട്. അപ്പൊ ഇത് മൂന്നുമാണ് നമ്മൾ നെക്സ്റ്റ് വരാൻ. അതെ അതെ അതെ.
പൊളിക്കും, പൊളിച്ചാൽ മതിയായിരുന്നു. ഉറപ്പായും പൊളിക്കും. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സാധനം ചെയ്യാന്നുള്ളതാണ് അതെ. ആഗ്രഹം. എനിക്ക് സ്റ്റീവ് സംസാരിക്കണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കണം. അല്ല നമുക്ക് അത് ഭയങ്കര ഇഷ്ടം സിനിമ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭ്രാന്താണ് സത്യം പറഞ്ഞാൽ. ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര പാഷനായിരുന്നു ഫിലിമിൽ വർക്ക് ചെയ്യണം, മ്യൂസിക് ഡയറക്ടർ ആവണം. അതായത് അതൊക്കെ ഡ്രീമാണ്. മ്യൂസിക് ബൈ സ്റ്റീവ് തോമസ് സ്കൂട്ടർ എന്നൊക്കെ എഴുതി വരുന്ന കാണുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഡ്രീമായിരുന്നു. എന്നും അതിനു വേണ്ടിയാണ് വർക്ക് ചെയ്തേക്കുന്നത്. പാഷൻ അതിനു വേണ്ടിയായിരുന്നു. നല്ല സാധനങ്ങൾ ചെയ്യുക, ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴും. അത് ഒരു വലിയ ഇൻഫ്ലുവൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അയ്യോ താങ്ക് യു. നമ്മളൊക്കെ ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രൗഡാണ്. അയ്യോ താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു താങ്ക് യു. ഈ ആഗ്രഹം, ഈ പാഷൻ ഇപ്പൊ പറഞ്ഞു ഇനി ഒരുപാട് ചെയ്യാണ്ടെന്ന് കുറേ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ആർ ജെ ജസ്ന ഫോർ ഇൻവൈറ്റിംഗ് മീ ടു ക്ലബ് എഫ്.